ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് സന്തോഷവും സങ്കടമൊക്കെ ഉള്ള ഒരു ദിവസത്തേതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക, അപ്പോൾ മനസ്സിലാവും എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്, റിസപ്ഷനാണ് കേട്ടോ. ഞാൻ തലേ ദിവസത്തെ കല്യാണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണം. അപ്പോൾ ഇന്ന് ചെറുക്കൻ്റെ വീട്ടിലാണ്, ഷേഖൻ്റെ കസിൻ്റെ കല്യാണമാണ്. ഞാനതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടു നോക്കുക, കാണാൻ താല്പര്യമുള്ളവർ കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമതും സാജിയും ബൈക്കിലാണ് കേട്ടോ വരുന്നത്, ഞങ്ങൾ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിത് ചെന്ന പാടെ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ലൈമാണ്, നമ്മളതിൽ കസ്കസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ തണുപ്പും കാര്യങ്ങളൊക്കെ കുടിക്കാതിരിക്കണമായിരിക്കും എനിക്ക് ഏറ്റവും നല്ലത് കേട്ടോ, കാരണം സൗണ്ടിൻ്റെ പ്രശ്നം കാരണം. പക്ഷെ എന്തായാലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വാങ്ങി കുടിക്കുമല്ലോ, അങ്ങനെ വാങ്ങി കുടിച്ചതാണ്. പിന്നെ അത് നമ്മൾ ഓഡിറ്റോറിയം വന്നിട്ട് വേങ്ങുള്ള മർഹബ ഓഡിറ്റോറിയം ആണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി ഓഡിറ്റോറിയമാണ്. ഷേഖാൻ്റെ ഫാമിലിയിൽ അധികമുള്ള കല്യാണങ്ങളും ഇവിടെയാണ് ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ അതേ പെണ്ണും ചെറുക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഇന്നത്തെ ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, പെണ്ണിൻ്റെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാനും ഷേഖയും അനുമോനും കയറി ഓരോ ഫോട്ടോ അങ്ങോട്ട് എടുത്തു, വേറെ ആരെയും നോക്കിയില്ല കേട്ടോ. ഞങ്ങൾ ആ ഒരു കാര്യത്തിൽ നല്ല മാച്ചാണ്. ഞാൻ എടുത്തിട്ടില്ലെങ്കിലും ഷേഖ ഓർമ്മപ്പെടുത്തി ഫോട്ടോ എൻ്റേതായാലും വേറെ ആർപ്പിൽ നിന്നിട്ടുള്ളായാലും ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് തരും. ആ കാര്യത്തിൽ നല്ല ഭാഗ്യമാണ്. ആ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നല്ല ഭാഗ്യമാണ് കേട്ടോ. അപ്പം നമ്മൾ നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നാത്തൂൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ അറിയുന്നവരത്തൊക്കെ കുറച്ച് നേരം സംസാരിച്ച് നമ്മളവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓല വന്ന ആ ഒരു ടൈമിലാണ് ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഫുഡ് വന്നിട്ട് ബീഫ് മന്തിയായിരുന്നു, പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് മന്തിയാണ്. പിന്നെ എവിടെ പോയാലും രണ്ട് ഫുഡും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും, പക്ഷെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു ബീഫ് മന്തിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഇതേവരൊക്കെ നമ്മളെ സ്വന്തം ആൾക്കാരാണ് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് കുറച്ചാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ വീട് പണിയുടെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. വീടിൻ്റെ വർക്കൊക്കെ കൊടുത്തവർക്കാണ്. അപ്പോൾ വീട് പണിയുടെ വീഡിയോസിലൊക്കെ അവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കലായിട്ട് വീണ്ടും നമ്മൾ സ്റ്റേജിൻ്റെ മുന്നിൽ വന്നിട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം വീണ്ടും ഇരിക്കണമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോയി ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ എങ്കിലും അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഫോട്ടോ എങ്കിലും എടുക്കണം. അതാണ് നമ്മളൊരു പ്ലാന്. അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമാക്കാറ് കേട്ടോ. എനിക്ക് ഇപ്രാവശ്യം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു. അപ്പോൾ പിന്നെ അതങ്ങനെ വിട്ടു. മഴ തോന്നുമ്പോഴത്തേക്കും നമ്മളെ മൂടും പോയി. പിന്നെ അതേ നാത്തൂന് കല്യാണം കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇത് നാത്തൂൻ്റെ പേരക്കുട്ടിയാണ്, മൂത്ത മോളെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഓളയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാത്തൂന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം. അത് കഴിഞ്ഞ് ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് വാങ്ങിയ ഒരു സംഭവമാണ് കേട്ടോ. അതെ, ഇത് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ണൊന്നും മുഖൊന്നും ഒരുപോലെ പുക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഈ ഒരു പെപ്സി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ഫുഡ് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ ഇഷയൊക്കെ മസ്റ്റായിട്ട് വാങ്ങുന്ന സംഭവമാണ് പെപ്സി. പിന്നെ ഞങ്ങളിത് പോണ വഴിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തുന്ന വരെ നല്ല മഴയായിരുന്നു. പിന്നെ വീട്ടിലെത്തി കുറച്ച് നേരം ഡ്രസ്സ് നയിച്ചിട്ട് അതെങ്ങനെ ഇരിക്കണം, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇപ്പം ഈ ഒരു വീഡിയോ എടുക്കണത് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാലും ഇത് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണെന്നൊന്നും ആൾക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ വേറെ ഒരു തമാശക്ക് എടുത്തതാണ്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ കുറച്ച് വൈകുന്നേരമായിട്ട് രാത്രി ആവാൻ നേരമായപ്പോഴത്തേക്കും ഞങ്ങൾ സാജിരെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സാജിരെ നാത്തൂനെന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു കസിനായിട്ടും വരും, ഷേഖാൻ്റെ ഫാമിലിയിലുള്ള. അപ്പോൾ സാജിരെ ബ്രദറിൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു. കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖവും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കണില്ല, 90 ആയിട്ടില്ല. ഇൻഷാ അല്ലാഹ് 90 കഴിഞ്ഞാൽ പതുക്കെ ഞാനിങ്ങനെ മുഖവും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പം ഞാനിങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അടുത്തിരിക്കുമ്പോൾ ഭയങ്കര രസമാണ് കളിക്കണതും ചിരിക്കണതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊതിയാവണം കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും പറയും കാണാൻ പോകണം എന്നുള്ളത്. കാരണം ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ഒക്കെ ഇങ്ങനെ വിട്ടുതരൊക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കാണാനൊരു ബുദ്ധിയല്ലേ. അങ്ങനെ വന്നതാണ്. ഞങ്ങൾ പെട്ടെന്ന് തലേ ദിവസം ഒരു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുട്ടിയുടെ ചെറിയ കളിയൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. സാജിയുടെ അമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കൂടെ ഞാനും കൂടിയതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ അത് കഴിഞ്ഞിട്ട് സാജിയുടെ അമ്മാനെ ആക്കാൻ വേണ്ടിയിട്ട് സാജിയുടെ വീട്ടിൽ പോയി. അവിടെ ഉള്ളതാണ് കേട്ടോ ഈ ഒരു സംഭവം. അത്തിപ്പഴാണെന്ന് വിചാരിക്കണു. ഇതുകൊണ്ടാണ് അത്തിപ്പഴം ഉണ്ടാക്കണേന്നൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. ഇതുകൊണ്ട് സാജിയിട്ടും അച്ചാറ്, പിന്നെ നമ്മളിങ്ങനെ തോരനൊക്കെ വെക്കൂലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതുകൊണ്ട് തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ മരം നിറച്ചതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നാരങ്ങളിലൊക്കെ കുടിച്ച് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്നിട്ടുണ്ടായിരുന്നു മാളിക്കുന്നിലാണ് കേട്ടോ. ഇനി എനിക്ക് സങ്കടമുള്ള കാര്യം എന്ന് പറഞ്ഞത് ഇവിടെയാണ് കേട്ടോ, മാളിക്കുന്നിൽ. അപ്പം ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഷമീർ വന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ ജാസിൻ്റെ ബ്രദറും ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെ കസിൻസ് ആരൊക്കെ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പാലക്കാട്ടിൽ നിന്ന് ജാസ്മി വന്നിട്ടില്ല. ആൾ നല്ല തിരക്കിലാണ്. കല്യാണം കഴിഞ്ഞെങ്കിലും അവിടുത്തെ കുറച്ച് തിരക്കുകളിലൊക്കെ പെട്ടിട്ട് ആൾ വന്നിട്ടുണ്ടായില്ല. ഷമീർ പിറ്റേ ദിവസം പോവുകയാണ് കേട്ടോ. അതാണ് സങ്കടം ഞങ്ങൾക്ക്. ആൾ യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറേ വർഷം കഴിയുമ്പോഴാണ് കേട്ടോ ആളൊന്ന് വരിക. വന്നാൽ പിന്നെ ഇങ്ങനെയും 15 ദിവസം അല്ലെങ്കിൽ ഒരു മാസം അതിൽ കൂടുതൽ ലീവ് ഉണ്ടാവില്ല. അതാണ് സങ്കടം. അപ്പോൾ കാനഡയിൽ പോയിട്ട് 2 പ്രാവശ്യമാണ് വന്നിട്ടുണ്ടായിരുന്നത്. 2 പ്രാവശ്യം ഇങ്ങനെ തന്നെ തീരെ ഒഴിവില്ലാതെയാണ് വന്നങ്ങനെ പെട്ടെന്ന് പോയ പോലെ കേട്ടോ, നമുക്ക് കിട്ടൂല. ഇപ്രാവശ്യമാണെങ്കിൽ കല്യാണ തിരക്കിൽ പെട്ടിട്ട് നമുക്ക് തീരെ ആളെ കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ അതാണ് ഇത്രയ്ക്കും സങ്കടം. പക്ഷേ ആ ഒരു കല്യാണ ദിവസമൊക്കെ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഷമീർ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ഒരു അടിച്ചുപൊളി പ്ലാൻ ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്യും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ റിസോർട്ടൊക്കെ എടുത്ത് 2 ദിവസം ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും നമുക്ക് ചാനലില്ല, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലാത്ത കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. യാത്ര പറയുമ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഷമീർ ഇറങ്ങുകയാണ്. ഷമീറിൻ്റെ കൂടെ വന്ന ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സെറ്റ് വൈബുള്ള ആൾക്കാർ, ജാസിൻ്റെ ബ്രദറായാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും നല്ല സെറ്റ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ വരുമ്പോൾ ഇനിയും കാണണം എന്നൊക്കെ പറഞ്ഞ് വിടുകയാണ്. കാരണം സംസാരമായാലും കാര്യങ്ങളൊക്കെ ആയാലും നല്ല സെറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ വീണ്ടും കാണാൻ.